C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ ചെയ്തതിന് നിന്റെ ചെവിന്റെ തുറന്ന് തരേണ്ടതാ. പക്ഷെ എന്നെ കൊണ്ടതിന് കഴിയില്ല. ഞാൻ സ്നേഹിച്ചു പോയില്ല നിന്നെ. ശാലിനി, ഞാൻ മിണ്ടരുത്. നിനക്ക് മിണ്ടാൻ അവകാശമില്ല. ശാലിനി, പിന്നെ ഞാൻ എന്താ ചെയ്യുക? 2 ജീവനുകൾ ഇല്ലാതാക്കണം. അതാണോ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം? അങ്ങനെയായിരുന്നെങ്കിൽ അത് നേരത്തെ ആവായിരുന്നല്ലോ. എന്തിനാ ഇവിടെ വരെ എത്തിച്ചേ? എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? പക്ഷെ ശാലിനി, ഇപ്പൊ കല്യാണം നടക്കാൻ പോകുമ്പോ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രീതി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്നെ ഇത്ര ഉറപ്പ്? എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. വിവാഹം മുഹൂർത്തത്തിലേക്ക് അടുക്കുന്തോറും ആ ഉറപ്പിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ശാലിനി ഇതുവരെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല പ്രീതി. ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമേ ജയിക്കൂ. വാ, നീ വന്നേ. നിന്നെ കാണാതെ വന്ന് സത്യമ്മ പൊന്നിയെ നിർത്തി പൊരിക്കും. പൊന്നി, അവൾ അറിഞ്ഞോ? പൊന്നിയുടെ കയ്യിലാ പ്രീതി നീ എഴുതിയ കത്ത് കിട്ടിയത്. അവളാ എന്നോട് വന്ന് വിവരം പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ശാലിനി എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന സസ്പെൻസ്. മടങ്ങി പോകുന്ന വഴി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തൽക്കാലം നീ വാ, സമയം അധികമല്ല. ശാലിനി, എന്തിനാ ശാലിനി നീ എന്റെ പിന്നാലെ നടന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നേ? അത് പ്രീതിയുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാ. അറിയേണ്ട സമയത്ത് ഞാൻ കൃത്യമായി എങ്ങനെ കാര്യങ്ങളെല്ലാം അറിയുന്നെന്നും അശുഭമായി എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായി എങ്ങനെ ഇടപെടുന്നു ഒക്കെ. മറ്റാരും കൂടെയില്ല. വീണു പോകുമെന്ന് തോന്നുമ്പോഴും നമുക്ക് കൈപിടിക്കാൻ അദൃശ്യമായൊരു ശക്തിയുണ്ട് പ്രീതി. അതാണ് ദൈവം. ദൈവം ആരുടെയും ജീവിതത്തിൽ നേരിട്ട് ഇടപെടാറില്ല. പകരം നമുക്ക് തുണയായി, താങ്ങായി ആരെങ്കിലും അയക്കും. ദൈവഹിതം മാത്രമേ സംഭവിക്കൂ. ആ ഉറപ്പ് തന്നെയാ വിഷ്ണുവേട്ടന്റെയും സുസ്മിതയുടെയും കല്യാണം നടക്കില്ലെന്ന കാര്യത്തിലും എനിക്കിപ്പോ ഉള്ളത്. പക്ഷെ ശാലിനി, ഇനിയൊന്നും സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ശാലിനി, വാ പ്രീതി, ഇങ്ങോട്ട് വരാൻ. ഈശ്വര, എൻ്റെ മോൾക്ക് വേണ്ടി ശാലിനി സ്വന്തം ജീവിതം ബലി നൽകാൻ പോവുകയാണല്ലോ. ഇതെന്തായി തീരും? നീ ഇത് കണ്ടോ? മുമ്പത് കാണുമ്പോ ഒരു സുഖമായിരുന്നു. ഒരു പനിനീർപ്പൂ കാണുന്ന കുളിർമയായിരുന്നു കണ്ണുകൾക്ക്. ഇപ്പോഴത് നെഞ്ചിലെവിടെയായിരുന്നു കുത്തി നോവിക്ക. ഒരിക്കലും കൈവിട്ടു പോയിന്ന് കരുതിയതാ. ഒരർത്ഥത്തില് അന്നേ അതങ്ങ് കൈവിട്ടു പോയാൽ മതിയായിരുന്നു, അല്ലേടാ ആശാനെ? അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അന്ന് എനിക്കല്ല അയാളോട് പ്രണയമുള്ളൂ. അയാളുടെ ഉള്ളില് എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുക എന്നുള്ളത് കൂടുതൽ എളുപ്പമായിരുന്നു. ഇതിപ്പോ അയാളുടെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ്. എടാ, ശാലിനി വെറും പാവാടാ. അയാളുടെ ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ആശാനെ, ഏട്ടത്തിയമ്മ ആശാനോട് പോലും ഉള്ള സത്യം തുറന്നു പറയാത്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. എങ്കിലതിന് തക്കതായൊരു കാരണം തന്നെ ഉണ്ടാവും ആശാനെ. കാരണം
കാരണം എന്തായാലും ഇതുവരെ എത്തിയില്ലടാ. എല്ലാം അവസാനിച്ചു. വിഷ്ണു, മുഹൂർത്തം ആകാറായി. താഴേക്ക് വാ. എന്താ സുസ്മിത, കല്യാണമായിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? നീയല്ലേ പറഞ്ഞത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യം ഇതെന്ന്? അതിലൊന്നും മാറ്റമില്ലടി. പക്ഷേ എന്റെ മുഖം തെളിയണമെങ്കിൽ കെട്ട് കഴിയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വിഷവ്യത്തിനെ പറ്റി? വിഷ്ണുവേട്ടന്റെ എക്സ് വൈഫ് ശാലിനി. ഈ കല്യാണം മുടക്കാൻ അവൾ എന്ത് കുതന്ത്രവും മെനയും. അവളെന്നെ വെല്ലുവിളിച്ചതാ ഈ കല്യാണം നടക്കില്ലെന്നും പറഞ്ഞു. പിന്നെതിരാടി നീ അവളെ എവിടെ താമസിക്കാൻ സമ്മതിച്ചത്? അത് ഭാമാന്റിയുടെ സേഫ്റ്റിക്കായിരുന്നു. ഈ കല്യാണം നടക്കുന്നത് അവളുടെ കൂടെ അറിവിലും സമ്മതത്തിലുമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു ഭാമാന്റിക്ക്. ശാലിനിയുടെ സമ്മതമില്ലാതെ ഈ കല്യാണം നടന്ന അവരുടെ മകൾ പ്രീതിയുടെ ഭർത്താവിന് വേറെ കല്യാണം നടത്തുമെന്ന ഒരു വെല്ലുവിളി മുന്നിലുണ്ടായിരുന്നു. ആദ്യം എനിക്കതൊരു തലവേദനയായി തോന്നിയെങ്കിലും ഇപ്പൊ എനിക്കതൊരു ലഹരിയാ. വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിനും കൂടെ കൈപിടിക്കുന്നതിനും അവൾ സാക്ഷിയാകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.